നമസ്കാരം. തിരുവനന്തപുരത്തുണ്ടായ അക്രമം നിയമപരമായി വീണ വിജയനും രാഷ്ട്രീയമായി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും വലിയ തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. CMRL എക്സാലോജിക് ദുരൂഹ ഇടപാട് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടൻ സമൻസ് അയക്കും. തിരുവനന്തപുരത്ത് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരെയും വാഹനത്തെയും CPM പ്രവർത്തകർ ആക്രമിച്ച സംഭവം വീണയ്ക്കെതിരെ നിയമപരമായി ആയുധമാക്കാനാണ് EDയുടെ നീക്കം. സമൻസിനെതിരെ വീണ കോടതിയെ സമീപിച്ചാൽ ഈ അക്രമ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് കടുത്ത നിലപാടായിരിക്കും ED സ്വീകരിക്കുക. വീണയ്ക്ക് ഉടൻ സമൻസ് അയക്കാനും ഹാജരായില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കാനുമാണ് ഇപ്പോഴത്തെ തീരുമാനം. തിരുവനന്തപുരത്ത് മുൻ മുഖ്യമന്ത്രിയുടെ വസതിയിൽ പരിശോധന കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥർക്കും കേന്ദ്ര സുരക്ഷാ സേനാംഗങ്ങൾക്കും നേരെ CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ അക്രമം കേസിനെ മറ്റൊരു തലത്തിലേക്കും എത്തിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ ക്രമസമാധാന നില പൂർണ്ണമായി തകർന്നുവെന്ന വിലയിരുത്തലിൽ ഇനി നടക്കാനിരിക്കുന്ന എല്ലാ നിർണായക നീക്കങ്ങൾക്കും തദ്ദേശീയ പോലീസിനെ പൂർണ്ണമായി ഒഴിവാക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചതായാണ് വിവരം. അടുത്ത ഘട്ടത്തിൽ വീണയെ ലക്ഷ്യമിട്ട് ED സംഘം എത്തുമ്പോൾ തോക്കേന്തിയ കൂടുതൽ കേന്ദ്ര സുരക്ഷാ സേനയുടെ കനത്ത സുരക്ഷാ വലയത്തിലായിരിക്കും അവർ വന്നിറങ്ങുക. സംഭവത്തിൽ തിരുവനന്തപുരം പോലീസിൽ ED ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണം കൂടുതൽ ശക്തമാകുന്നതോടെ വരും ദിവസങ്ങളിൽ നാടകീയമായ പല രംഗങ്ങൾക്കും കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും. CMRLൽ നിന്ന് സേവനങ്ങളൊന്നും നൽകാതെ 1.72 കോടി രൂപ കൈപ്പറ്റിയെന്ന ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിലാണ് അന്വേഷണം തുടങ്ങിയത്. എന്നാൽ ആദ്യഘട്ട ചോദ്യം ചെയ്യലുകളിൽ വീണ നൽകിയ പല മൊഴികളും ED ശേഖരിച്ച ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളുമായി ഒത്തുപോകുന്നില്ലെന്നാണ് വിവരം. ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു കമ്പനിയിൽ നിന്നും 50 ലക്ഷം രൂപ എക്സാലോജിക്കിലേക്ക് വായ്പയായി എത്തിയതിന്റെ രേഖകളും ED കണ്ടെടുത്തിട്ടുണ്ട്. എന്തായിരുന്നു ഈ ഇടപാടിന്റെ സുതാര്യത എന്നതിലും വീണയ്ക്ക് വ്യക്തത നൽകാൻ സാധിച്ചിട്ടില്ല. റെയ്ഡിൽ കൈക്കലാക്കിയ പുതിയ രേഖകൾ മുൻനിർത്തി കൊച്ചി ഓഫീസിൽ വച്ചാകും അടുത്ത റൗണ്ട് അംഗം. 2 വർഷം മുൻപാണ് CMRL എക്സാലോജിക് ദുരൂഹ പണമിടപാട് EDയുടെ അന്വേഷണവും സമൻസുമെല്ലാം സ്റ്റേ ചെയ്യണമെന്ന ഹർജി ഹൈക്കോടതിയിൽ വരുന്നത്. CMRLന്റെയും ഉദ്യോഗസ്ഥരുടെയും ആ ഹർജി ദീർഘനാളത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഹൈക്കോടതി തള്ളിയത് ചൊവ്വാഴ്ചയായിരുന്നു. ഉത്തരവിന്റെ പകർപ്പ് ഔദ്യോഗികമായി കൈപ്പറ്റാൻ രാത്രി വൈകുന്നതുവരെ ED സംഘത്തിന് കാത്തിരിക്കേണ്ടി വന്നു. നിയമപരമായ തടസ്സങ്ങൾ നീങ്ങിയതോടെ ED കൊച്ചി ഓഫീസിലെ യൂണിറ്റ് 4ന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ S. സിമിയുടെ നേതൃത്വത്തിലായിരുന്നു മിന്നൽ നീക്കങ്ങൾ ഏകോപിപ്പിച്ചത്. CMRL കമ്പനിയും ഉദ്യോഗസ്ഥരും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ വീണ്ടും ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് സ്റ്റേ വാങ്ങാനുള്ള സാധ്യതകൾ ഏറെയായിരുന്നു. ഈ കണക്കുകൂട്ടലിലാണ് അവർ കോടതിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അതിവേഗത്തിലുള്ള റെയ്ഡ് ED ആസൂത്രണം ചെയ്തതും. ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് അനുകൂല ഉത്തരവ് സമ്പാദിക്കാൻ പ്രതിഭാഗത്തിന് സമയം നൽകരുത് എന്നതായിരുന്നു EDയുടെ തന്ത്രം. അതിനുമപ്പുറം കേസ് നടപടിക്രമങ്ങളുടെ ഭാഗമായി അന്വേഷണ പരിധിയിലുള്ള വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്താൻ കൂടി ഈ റെയ്ഡിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നു.